ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫലാഫൽ വെച്ചൊരു സാൻഡ്വിച്ചാണ് ചെയ്യുന്നത്. എല്ലാവരും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. ഇത് ഞാൻ നമ്മുടെ വെള്ളക്കടലയാണ് എടുത്തേക്കുന്നത്. വെള്ളക്കടല ഞാനൊരു 8 to 9 hours എങ്കിലും സോക്ക് ചെയ്തെടുത്തതാണ്. അതൊന്നും മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മല്ലിയില ആവശ്യമാണ്. പിന്നെ ഒരു ഓണിയൻ, 2 ഗ്രീൻ ചില്ലി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് അരയ്ക്കുന്നത്. കാരണം ഒന്നിച്ചിട്ടങ്ങ് അരയ്ക്കുകയാണ്. നിങ്ങൾക്ക് കടല ഒന്ന് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം കടല ഇട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കടല ഇട്ട് കൊടുത്തു, 2 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുത്തു, പിന്നെ ഓണിയനും നമ്മുടെ ഗാർലിക്കും ഇട്ട് കൊടുക്കുവാണ്. പിന്നെ കൊത്തമല്ലി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഏറെ ഉണ്ടെങ്കിലും നല്ലതാണ്. ഇവിടെ എൻ്റെ കൊച്ചുമോനോടൊക്കെ പറയുന്നത് മട്ടൺ എന്നാണ് ഞാൻ പറയുന്നത് ഫലാഫൽ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുക കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ കൊത്തമല്ലി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇതെല്ലാം നമ്മളിപ്പോൾ ഒന്നിച്ചാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ലെമൺ ജ്യൂസ്. ലൈം നമ്മൾ എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതേ ഇതാണ്. അപ്പോൾ ആരും ഇത് ഒഴിവാക്കല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു മിക്സിലോട്ട് തന്നെ കുറച്ച് നമ്മുടെ കുക്കിംഗ് സോഡ ഇല്ലേ, സോഡ പൗഡർ, അത് ഒരു കുറച്ചിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മതിയേ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ അരച്ചെടുക്കുക. അഥവാ നിങ്ങൾ അരയ്ക്കുമ്പോൾ എന്തെങ്കിലും വെള്ളം കൂടിയോ അങ്ങനെ പേസ്റ്റ് പോലെ ആകുകയോ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ പേടിക്കുകയോ വേണ്ട. ഒന്നീ ബ്രെഡ് ക്രംസ് ഇടുക, അല്ലെങ്കിൽ മൈദ ഇടുക കേട്ടോ. ഇനിയിപ്പം കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഉരുട്ടി നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. എപ്പോഴും ഇത് കൈ നനച്ചിട്ട് വേണം ഒന്ന് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്ലോയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം അതിൻ്റെ അകം വേവണ്ടായോ, അതുകൊണ്ട് നമ്മൾ സ്ലോയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഡാർക്ക് കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാമേ. നമ്മൾ കുറച്ചെടുത്താലേ നമുക്ക് ഒത്തിരി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതിയേ. അല്ലെങ്കിൽ ഈ മാവെടുത്ത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴായാലും നല്ലോണം അത് ചുട്ടെടുക്കാം, ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇപ്പം നോക്കിയേ, ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഫ്രൈ ചെയ്തെടുക്കുവാണേ. ഇപ്പം നോക്കിക്കേ, നമ്മുടെ ഫലാഫൽ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കാണിക്കാം. എന്താ നോക്കിക്കേ, അതിനകം നോക്കിക്കേ എങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ആ കൊത്തമല്ലിയൊക്കെ ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേക മണവും രുചിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ സാൻഡ്വിച്ച് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പിസ്സയുടെ സോസും എടുത്തിട്ടുണ്ട്, ഒരു സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെയൊക്കെ സ്പ്രെഡും എടുത്തിട്ടുണ്ട്, മയോനീസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മയോനീസിലോട്ട് കുറച്ച് ചില്ലി സോസും ടൊമാറ്റോ സോസും ഇട്ടാൽ മാത്രം മതി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലേ. അപ്പോൾ ഇതുപോലെ ബ്രെഡിലോട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫലാഫൽ വെച്ചിട്ടില്ലേ, അത് ഇതിലോട്ട് മുറിച്ച് ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ഓപ്ഷൻ ഞാൻ പറയാം. ഫലാഫൽ മുറിച്ചിട്ടിട്ട് നിങ്ങൾ അതിലോട്ട് മയോനീസും ടൊമാറ്റോ സോസും ചില്ലി സോസും ഇട്ട് മിക്സ് ചെയ്തിട്ട് ബ്രെഡിനകത്ത് വെച്ചാലും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ബ്രെഡിൽ വെച്ച് കൊടുക്കുക. പക്ഷേ ഇത് അത്ര ഒരു ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചുമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ചീസ് ആഡ് ചെയ്യാം, എന്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമോ അതുപോലെ ചെയ്യാമേ. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു രീതിയിൽ ഞാനങ്ങ് ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്ത് മാറ്റങ്ങൾ വേണേലും നിങ്ങൾക്ക് വരുത്താം.
അപ്പം ഇങ്ങനെ സാലഡ് സ്പ്രെഡോ അങ്ങനെ ഒന്നും പിന്നെ ഇല്ലെങ്കിലും നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ സ്പ്രെഡ് ഇല്ലെങ്കിലും ഒന്നും വിഷമിക്കേണ്ട. മയോനീസ് എടുക്കുക, മയോനീസിലോട്ട് ചില്ലി സോസ് ഇടുക, ടൊമാറ്റോ സോസ് ഇടുക, നമ്മുടെ ഫലാഫൽ കട്ട് ചെയ്തിട്ടിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ചീസ് കൂടെ വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഫലാഫൽ ഉണ്ടാക്കിയല്ലോ, നിങ്ങളെ സാൻഡ്വിച്ചും കൂടെ ചെയ്യുന്നത് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് തന്നെ വേണേൽ നിങ്ങൾക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തും എടുക്കാമേ. ഞാനിപ്പം ഇങ്ങനെ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ടോസ്റ്റ് ചെയ്തും എടുക്കാമേ. അപ്പം നമ്മുടെ ഫലാഫലും റെഡിയായി, സാൻഡ്വിച്ചും റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇതുണ്ടാക്കി കൊടുക്കണം. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കടല അത്രയും ചെല്ലുന്നതും നല്ലതാണ്. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ, ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.